വെൽക്കം ടു EDFIL ലേണിംഗ്. EDFIL ലേണിംഗ് ഒരുക്കുന്ന ENLITE എന്ന് പറയുന്ന കോഴ്സിലെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ UGCNET പേപ്പർ 2 സൈക്കോളജിയിലെ 7th മോഡ്യൂളായിട്ട് വരുന്ന പേഴ്സണാലിറ്റീനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെയിനായിട്ട് 2 ടോപ്പിക്സ് ആണ്: ഡിഫൻസ് മെക്കാനിസവും സൈക്കോസെക്ഷൽ സ്റ്റേജസും. PYQ ബേസിലാണ് നമ്മൾ വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിൻ്റെ ബേസിലാണ് നമ്മൾ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാറ്. സോ ഫസ്റ്റ് PYQല് ഫ്രോയിഡ് ബിലീവ്ഡ് ദാറ്റ് അറ്റ് ടൈംസ് ഈഗോ ഈസ് അൺഎബിൾ ടു കൺട്രോൾ ഇമ്പൾസസ് ഓഫ് ഇറ്റ്, സോ യൂസസ് വേരിയസ് ഡിഫൻസ് മെക്കാനിസംസ് സച്ച് ആസ്. ഡിസംബർ 2023 ചോദിച്ച ചോദ്യമാണ്. ഫ്രോയിഡ് ബിലീവ് ചെയ്യുന്ന ഫ്രോയിഡിൻ്റെ സൈക്കോ അനലിറ്റിക് തിയറീൻ്റെ ബേസിസിൽ നമ്മൾ ഈഗോ ഇസ് അൺഎബിൾ ടു കൺട്രോൾ ഇമ്പൾസസ് ഓഫ് ഇറ്റ്, ഇതിൻ്റെ ഇമ്പൾസസിനെ കൺട്രോൾ ചെയ്യാൻ ഈഗോയ്ക്ക് പറ്റാത്ത സമയത്ത് നമ്മൾ വേരിയസ് ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ആ ഡിഫൻസ് മെക്കാനിസംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഫിക്സേഷൻ, റിപ്രഷൻ, റേഷണലൈസേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, പ്രൊജക്ഷൻ. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ABCD ഓൺലി, BCDE ഓൺലി, CDEA ഓൺലി, DEAB ഓൺലി. ഇങ്ങനത്തെ 4 ഓപ്ഷൻസും വന്നിട്ടുണ്ട്. അപ്പം എന്താണ് ഡിഫൻസ് മെക്കാനിസം എന്ന് നമുക്ക് ആദ്യം നോക്കാം. എ ഡിഫൻസ് മെക്കാനിസം ഈസ് എ സൈക്കോളജിക്കൽ സ്ട്രാറ്റജി യുവർ ഈഗോ യൂസസ് അൺകോൺഷ്യസ്ലി ടു പ്രൊട്ടക്ട് യു ഫ്രം ആങ്സൈറ്റി, സ്ട്രെസ് ഓർ അൺകംഫർട്ടബിൾ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അപ്പം ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സൈക്കോളജിക്കൽ സ്ട്രാറ്റജിയാണ്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ ഈഗോ അൺകോൺഷ്യസ്ലി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൈക്കോളജിക്കൽ സ്ട്രാറ്റജിയാണ് എന്ത്? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ആങ്സൈറ്റി, സ്ട്രെസ് അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള തോട്ട്സോ ഫീലിങ്സുകളിലോ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈഗോ യൂസ് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ സ്ട്രാറ്റജിയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പം വെൻ ദ ഇറ്റ് ഇൻസ്റ്റിങ്സ് ഡിസയേഴ്സ് ചെയ്യുന്നതാണ് നമ്മളുടെ ഇഡ് എന്ന് പറയുന്നത്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മോറൽ വാല്യൂസ്. അപ്പം നമ്മളുടെ ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിളിന്റെ ബേസിസിലുമാണ്. അപ്പം വെൻ ദ ഇറ്റ് ആൻഡ് സൂപ്പർ ഈഗോ കോൺഫ്ലിക്ട്, the ego tries to keep you emotionally stable. അപ്പം ഇഡും സൂപ്പർ ഈഗോയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് ഈഗോ എന്ത് ചെയ്യാണ്? നമ്മളെ ഇമോഷണലി സ്റ്റേബിൾ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഏത് വഴി? നമ്മളുടെ ഡിഫൻസ് മെക്കാനിസംസ് വഴി. ടു ഡു ദാറ്റ് ഇറ്റ് ഡിസ്റ്റോർട്ട്സ് ഓർ മാനേജസ് റിയാലിറ്റി സോ യുവർ മൈൻഡ് ഡസൻറ്റ് ഗെറ്റ് ഓവർവെൽംഡ്. അപ്പം നമ്മൾ പിന്നീട് അതിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈഗോ, ഈ ഒരു ഇഡും സൂപ്പർ ഈഗോയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ സ്ട്രാറ്റജിയാണ് എന്ത്? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെയാണ് നമ്മളുടെ ഡിഫൻസ് മെക്കാനിസം ആയിട്ട് വരുന്നത്? വളരെ ബ്രീഫായിട്ട് എന്നാലും പക്ഷേ മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഓരോ ഡിഫൻസ് മെക്കാനിസം നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ഫസ്റ്റ് വൺ ആണ് എന്ത്? റിപ്രഷൻ. ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ഡിഫൻസസ്. റിപ്രഷൻ ആണ് നമ്മളുടെ എല്ലാ ഡിഫൻസസിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്താണ് റിപ്രഷൻ എന്ന് പറയുന്നത്? ദ മൈൻഡ് പുഷസ് അൺഅക്സെപ്റ്റബിൾ തോട്ട്സ് ഓർ ഇമ്പൾസസ് ഇൻ ടു ദ അൺകോൺഷ്യസ്. അപ്പം നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തോട്ട്സോ ഇമ്പൾസസോ നമ്മളുടെ അൺകോൺഷ്യസിലേക്ക് പുഷ് ചെയ്യുന്നതാണ് എന്ത്? റിപ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള അബ്യൂസസും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓർത്തെടുക്കാനായിട്ട് പറ്റാറില്ല. കാരണം എന്താ? നമ്മുടെ അൺകോൺഷ്യസിലേക്ക് ഇങ്ങനെ ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ബിഹേവിയറോ അല്ലെങ്കിൽ നമുക്കൊരു ഇൻസിഡന്റോ ഉണ്ടാവുന്ന സമയത്ത് നമ്മളുടെ അൺകോൺഷ്യസിലേക്ക് അത് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾക്ക് അതെന്ത് ചെയ്യാൻ പറ്റില്ല? ഓർത്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ മെമ്മറിയിൽ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടാവില്ല. ഇതാണ് എന്ത്? റിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള തോട്ട്സോ ഫീലിങ്സോ ഒക്കെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? പുഷ് ചെയ്യുന്നത്. നമ്മുടെ മൈൻഡ് പുഷ് ചെയ്യുന്നതാണ് എന്ത്? റിപ്രഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് എന്താണ്? റാഷണലൈസേഷൻ. യു ജസ്റ്റിഫൈ ഇറാഷണൽ ബിഹേവിയർ വിത്ത് ലോജിക്കൽ എക്സ്പ്ലനേഷൻസ്. ഇറാഷണൽ ആയിട്ടുള്ള ബിഹേവിയറിനെ നമ്മൾ ലോജിക്കൽ എക്സ്പ്ലനേഷൻസ് വഴി എന്ത് ചെയ്യാണ്? അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു എക്സാമിന് തോറ്റുപോയെന്ന് വിചാരിക്കുക. അപ്പം എന്താ പറയുക? നമ്മളുടെ പ്രൊഫസർക്ക് എന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ എൻ്റെ ടീച്ചർക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് മനഃപൂർവ്വം എനിക്ക് മാർക്ക് കുറച്ചിട്ടതാണ് എന്നൊക്കെ പറയുന്നത് ലോജിക്കലായിട്ടുള്ള റീസൺസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളുടെ ആ ഒരു ഇറാഷണൽ ആയിട്ടുള്ള ബിഹേവിയറിന് അല്ലെങ്കിൽ ചെയ്തു പോയ ഒരു ഇൻസിഡന്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റിഫൈ ചെയ്യുന്നതാണ് എന്ത്? റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. സോ റിപ്രഷൻ കഴിഞ്ഞു, റാഷണലൈസേഷൻ കഴിഞ്ഞു. ഇനി
ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് ഒരു അടുത്ത ഡിഫൻസ് മെക്കാനിസം ആയിട്ടാണ്. യു ടേക്ക് യുവർ ആങ്കർ ഓർ ഇമ്പൾസ് ടുവേർഡ്സ് എ സേഫർ ഓർ വീക്കർ ടാർഗറ്റ്. മിക്ക സിബ്ലിങ്സിന്റെ ഇടയിലും കണ്ടുവരുന്ന ഒരു സംഭവമാണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ദേഷ്യമോ അല്ലെങ്കിൽ ഇമ്പൾസസോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി സേഫർ അല്ലെങ്കിൽ വീക്കർ ആയിട്ടുള്ള ടാർഗറ്റ്സിന്റെ മേലെ തീർക്കുന്നതൊക്കെ നമുക്ക് കമ്പനീസിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, ഇതിപ്പം എൻ്റെ ബോസ് എന്നെ ചീത്ത പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ അനിയത്തീനെ എന്ത് ചെയ്യുക, അനിയത്തീൻ്റെ മേളിൽ ഈ ഒരു ദേഷ്യം നമ്മൾ തീർക്കുക. അതാണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ്. അപ്പം എനിക്ക് കിട്ടിയ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ഫീലിങ്ങിനെ ഞാൻ വേറൊരാളെ മേത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നതാണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ എന്താണ്, പ്രൊജക്ഷൻ. യു ആട്രിബ്യൂട്ട് യുവർ ഓൺ അൺഅക്സെപ്റ്റബിൾ ഫീലിങ്സ് ടു സമ്മൺ എൽസ്. നമ്മുടെ അൺഅക്സെപ്റ്റബിൾ ഫീലിങ്സ് നമ്മൾ മറ്റൊരാളിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് എന്ത്, പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, യു ഡിസ്ലൈക്ക് സമ്മൺ, യു സേ ദേ ഹേറ്റ് മീ. അപ്പം എനിക്ക് ഒരാളെ ഇഷ്ടമല്ല, അപ്പം ഞാൻ ആദ്യം പറയാണ് എന്ത്, അവർക്ക് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എനിക്ക് അയാളെ ഇഷ്ടമല്ലാത്തത് എന്ന് പറയുന്നതാണ് എന്ത്, പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ എന്ത്, സബ്ലിമേഷൻ. അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസസ്, സോഷ്യലി പ്രൊഡക്റ്റീവ് ബിഹേവിയർ. അതായത് അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സോഷ്യലി പ്രൊഡക്റ്റീവ് ബിഹേവിയർ ആയിട്ട് മാറ്റും. അത് കൂടുതലും ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇപ്പം നമ്മൾ പറയാണ്, ഒരു ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യാണ് പിൽക്കാലത്ത് അതൊരു അയാൾ ഒരു സോഷ്യലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് അയാൾ അഗ്രസീവ്നെസ് അയാൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഒരു ബോക്സർ ആയിട്ട് അയാൾക്ക് മാറുക, അല്ലെങ്കിൽ ഒരു പവർ ലിഫ്റ്റർ ആയിട്ട്, അപ്പൊ ആ അഗ്രഷനൊക്കെ അയാൾ എന്ത് ചെയ്യാണ്, അയാൾ ഒരു സോഷ്യലി അക്സെപ്റ്റബിൾ ബിഹേവിയറിലേക്ക് പ്രൊഡക്റ്റീവ് ബിഹേവിയറിലേക്ക് അയാൾ മാറ്റുന്നതാണ് എന്ത്, സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്താണ്, ഡിനയൽ. യു റെഫ്യൂസ് ടു അക്സെപ്റ്റ് റിയാലിറ്റി ബിക്കോസ് ഇറ്റ്സ് ടു പെയിൻഫുൾ ഓർ ത്രെറ്റനിങ്. ഭയങ്കര വേദനാജനകമായിട്ടുള്ളതോ അല്ലെങ്കിൽ ത്രെറ്റനിങ് ആയിട്ടുള്ളതോ ഉള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇമ്പൾസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, മനഃപൂർവ്വം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാണ്, റെഫ്യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളുടെ ആ ഒരു റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്നതാണ് എന്ത്, ഡിനയൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താ, ആൽക്കഹോളിക്സ് ഇൻസിസ്റ്റ് ഐ ഡോണ്ട് ഹാവ് എ ഡ്രിങ്കിങ് പ്രോബ്ലം. കൂടുതലും കള്ള് കുടിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് കൂടുതൽ എന്താ പറയുക, എനിക്ക് ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ കള്ളുകൂടി എന്നെ കൺട്രോൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്നെ അത് എന്താണ് ഒരു പ്രശ്നമല്ല, അത് ഞാനാണ് കള്ളു കുടിക്കുന്നത്, എന്നെ കള്ളു കുടിക്കാൻ തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ റീസൺസ് എന്ത് ചെയ്യും അവർ പുറത്ത് കൊണ്ടുവരും. അപ്പൊ ഇതൊക്കെ എന്താണ്, നമുക്ക് ഭയങ്കര അല്ലെങ്കിൽ ത്രെറ്റനിങ് ആയിട്ട് വരുന്നു എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബിഹേവിയർ നമ്മൾ എന്ത് ചെയ്യാണ്, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഫ്യൂസ് ചെയ്യുന്നതാണ് ഡിനയൽ എന്ന് പറയുന്നത്. ഇനി റിഗ്രഷൻ പറയുന്നുണ്ട്. അണ്ടർ സ്ട്രെസ് യു റിവേർട്ട് ടു ഏർലിയർ ഡെവലപ്മെന്റൽ ബിഹേവിയർ. അപ്പം സ്ട്രെസ്സിന്റെ സമയത്ത് അല്ലെങ്കിൽ സ്ട്രെസ്സോ ആങ്സൈറ്റിയോ വരുന്ന സമയത്ത് നമ്മളുടെ ഏർലിയർ ഡെവലപ്മെന്റൽ ബിഹേവിയർ നമ്മളിലേക്ക് പിന്നെയും എന്ത് ചെയ്യണം, പുറപ്പെട്ട് കാണുന്നതാണ് എന്ത്, റിഗ്രഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അഡൽട്സ് ത്രോസ് ടാൻട്രം ഷോ ചെയ്യുന്നത്, അഡൽട്സ് ഷോ ചെയ്യുന്നത് അവർ സ്ട്രെസ് സിറ്റുവേഷൻസ് വരുമ്പോൾ ഷോ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ടീനേജേഴ്സ് ഒരു സ്ട്രെസ് കാരണം എന്താ പറയുന്നത്, തമ്പ് സക്ക് ചെയ്യുന്നത്, ഇതൊക്കെ തന്നെ അവരുടെ ഏർലിയർ ഡെവലപ്മെന്റൽ ബിഹേവിയർ പിന്നെയും കൂടി റിവേർട്ട് ആയിട്ട് കണ്ടുവരുന്നതാണ്. സോ അതാണ് എന്ത്, റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി റിയാക്ഷൻ ഫോർമേഷൻ. യു ഫീൽ സംതിങ് അൺഅക്സെപ്റ്റബിൾ, യു എക്സ്പ്രസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഇറ്റ്. നമുക്കൊരു അൺഅക്സെപ്റ്റബിൾ ആയിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്താൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യാന്ന് പറയാം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ്, someone strongly attracted to a co-worker acts cold and hostile towards them. അപ്പം നമ്മളൊരു കോവർക്കറുമായിട്ട് ഭയങ്കര സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അഫെക്ഷൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ബിഹേവിയർ അയാൾ എന്ത് ചെയ്യാണ്, കാട്ടാണ്, കൂടുതൽ ചീത്ത പറയുക അല്ലെങ്കിൽ ഹോസ്റ്റൈലായിട്ട് ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്യുക, അങ്ങനത്തെ കാണിക്കുന്നതാണ് എന്ത്, റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ഇനി അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, നമ്മളുടെ ഡിഫൻസ് മെക്കാനിസത്തിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മളുടെ ഓപ്ഷൻസിൽ വന്നിരിക്കുന്നതിൽ നമ്മൾ ഡിഫൻസ് മെക്കാനിസം ഏതൊക്കെയാണെന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൽ വന്നിരിക്കുന്നതിൽ നമ്മൾ അതും നമ്മുടെ ഓപ്ഷൻസിൽ ഉള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഡിഫൻസ് മെക്കാനിസംസ് മെജോറിറ്റി ആയിട്ട് വരുന്ന സാധനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ വന്ന ഒരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് വന്നത് ഫിക്സേഷൻ എന്നാണ്. അപ്പൊ എന്താണ് ഫിക്സേഷൻ എന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഇറ്റ്സ് എ ഡെവലപ്മെന്റൽ ഹാൾട്ട് ഇൻ ഫ്രോയിഡ്സ്
സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പം ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ വരുന്ന ഒരു ഡെവലപ്മെന്റൽ ഹാൾട്ടാണ് എന്ത്, ഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പം during childhood when you move through Freud's psychosexual stages, ഫ്രോയിഡ്സിന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഏതൊക്കെയാണ്? ഓറൽ, ആനൽ, ഫാലിക്, ലാറ്റൻസി ആൻഡ് ജെനൈറ്റൽ. ഇതിന്റെ ഓരോ ഇയേഴ്സ് ഉണ്ട്. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്നും കൂടി പറയും. സോ ഫിക്സേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇഫ് യുവർ നീഡ്സ് അറ്റ് എ സ്റ്റേജ് ആർ ഓവർ സാറ്റിസ്ഫൈഡ് ഓർ ഫ്രസ്ട്രേറ്റഡ്. അപ്പം ഈ പറയുന്ന ഓരോ സൈക്കോസെക്ഷൽ സ്റ്റേജസിലുള്ള നിങ്ങളുടെ നീഡ്സ് ഓവർ സാറ്റിസ്ഫൈഡ് ആവുകയോ അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആവുകയോ ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതിരിക്കുകയോ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു ഹാൾട്ടാണ് എന്ത്, ഫിക്സേഷൻ എന്ന് പറയുന്നത്. യുവർ സൈക്കോളജിക്കൽ എനർജി ഗെറ്റ് സ്റ്റക്ക് അറ്റ് ദാറ്റ് സ്റ്റേജ്. അപ്പം ഓവർ സാറ്റിസ്ഫൈഡ് ആവുകയോ ഫ്രസ്ട്രേറ്റഡ് ആവുകയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സൈക്കോളജിക്കൽ എനർജി എന്ത് ചെയ്യും, ആ ഒരു സ്റ്റേജിൽ സ്റ്റക്കായിട്ട് പോകും. അപ്പം ഈ സ്റ്റക്കായി നിൽക്കുന്ന ആ ഒരു സംഭവമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിക്സേഷൻ എന്ന് പറയുന്നത്. യുവർ പേഴ്സണാലിറ്റി ബിക്കം ഷേപ്ഡ് ബൈ traits of that stages even in adulthood. നിങ്ങൾ അഡൽട്ട്ഹുഡിൽ ഉള്ള സമയത്തും ഇത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സിന് എന്ത് ചെയ്യും, ഷേപ്പ് ചെയ്യാനായിട്ട് കാരണമാകുന്നുണ്ട്. സോ അതാണ് നമ്മൾ ഫിക്സേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഫിക്സേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഓരോ സ്റ്റേജസിൽ ഓരോ ഫിക്സേഷൻസ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മെയിൻ ആയിട്ട് വരുന്നത് ഓറൽ ഫിക്സേഷൻ. ഓറൽ ഫിക്സേഷൻ. അപ്പം if caregiver was inconsistent, too strict or over indulgent, അതായത് നിങ്ങളുടെ ഓറൽ സൈക്കോസെക്ഷൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ഓറൽ സ്റ്റേജിൽ നിങ്ങളുടെ കെയർ ഗിവർ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് നിങ്ങളോട് ബിഹേവ് ചെയ്തത്, അല്ലെങ്കിൽ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ കൂടുതൽ ഒന്നും നോക്കാതെ ഭയങ്കര ഫ്രീഡം ആയിട്ട് നിങ്ങളെ വിടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നതാണ് എന്ത്, ഓറൽ ഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പം അഡൽട്ട് കോൺസ്റ്റന്റ്ലി സീക്സ് ഫോർ ഓറൽ സ്റ്റിമുലേഷൻ. ഇങ്ങനെ ഈ ഒരു ഫിക്സേഷൻ സംഭവിക്കുന്ന അഡൽട്ട്സ് എന്താവുന്നുണ്ട്, കോൺസ്റ്റന്റ് ആയിട്ട് ഓറൽ സ്റ്റിമുലേഷൻസ് സീക്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് സ്മോക്കിംഗ്, ഓവർ ഈറ്റിംഗ്, നെയിൽ ബൈറ്റിംഗ്, ചൂയിങ് പെൻസ്. ഇതൊക്കെ തന്നെ ഓറൽ ഫിക്സേഷൻ സംഭവിച്ച ആൾക്കാരിൽ കണ്ടുവരുന്നതാണ്. അവർ അഡൽട്ട്സ് ആവുമ്പം കണ്ടുവരുന്ന ഓരോ ബിഹേവിയേഴ്സ് ആണ്. പേഴ്സണാലിറ്റി ട്രേറ്റ്സ് കൂടുതൽ അവരിലുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ്സ് കൂടുതലായിട്ടും നീഡി ആയിരിക്കും, ഡിപ്പെൻഡന്റ് ആയിരിക്കും, ക്ലിങ്കി ആയിരിക്കും, ഈസിലി ആങ്ഷ്യസ് ആവുന്ന ആൾക്കാരായിരിക്കും. സോ ഇതൊക്കെ തന്നെ അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആയിട്ട് കണ്ടുവരുന്നതാണ്. സോ ഓറൽ ഫിക്സേഷനെ പറ്റി അത്രയാണ് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വൺ എന്താണ്, ആനൽ ഫിക്സേഷൻ. അപ്പം ആനൽ സ്റ്റേജിൽ വരുന്ന ഒരു ഫിക്സേഷൻ ആണ് നമ്മളുടെ ആനൽ ഫിക്സേഷൻ എന്ന് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ആനൽ സ്റ്റേജിലാണ് നമ്മളുടെ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോറി. അപ്പം നമ്മളുടെ ടോയ്ലറ്റ് ട്രെയിനിങ് ഭയങ്കര ഹാർഷ് ആയിട്ടാണ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഭയങ്കര ഹാർഷ് ആയിട്ടാണ് ടോയ്ലറ്റ് ട്രെയിനിങ് നടത്തിയത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉണ്ടാവുന്നതാണ് എന്ത്, ആനൽ റിട്ടൻറ്റീവ് പേഴ്സണാലിറ്റി. ആനൽ റിട്ടൻറ്റീവ് പേഴ്സണാലിറ്റി. അവര് കൂടുതലും ഓവർലി നീറ്റ് ആയിരിക്കും, പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും, കൺട്രോളിങ് ആയിരിക്കും, റൂൾസ് ആയിട്ട് ഭയങ്കര ഒബ്സസ്ഡ് ആയിരിക്കും. ഇതൊക്കെ അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സിൽ കണ്ടുവരുന്നതാണ്. അപ്പം ഈ ഫിക്സേഷനുള്ള ആൾക്കാരിൽ കണ്ടുവരുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ് എന്ത്, ഓവർലി നീറ്റ്, പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും, കൺട്രോളിങ് ആയിരിക്കും, അല്ലെങ്കിൽ റൂൾസുമായിട്ട് ഓവർ ഒബ്സസ്ഡ് ഒക്കെ ആയിരിക്കും. ഇനി ഈ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് ടു ലെനിയന്റ് ആണെങ്കിൽ, അത് കൂടുതൽ ഫ്രീഡം കൊടുത്ത് ഓവർ ഇന്റലിജന്റ് ആയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കണ്ടുവരുന്നതാണ് എന്ത്, ആനൽ എക്സ്പൾസീവ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. ഏതൊക്കെയാണ് ആനൽ എക്സ്പൾസീവ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആയിട്ട് അങ്ങനെയുള്ള ആൾക്കാരിൽ കണ്ടുവരുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്താണ്, മെസ്സി ആയിരിക്കും, കെയർലെസ് ആയിരിക്കും, ഡിസോർഗനൈസ്ഡ് ആയിരിക്കും, ഓഫൺ റെബല്യസും ആയിരിക്കും. സോ ഇതാണ് ആനൽ ഫിക്സേഷനിൽ നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്താണ്, ഫാലിക് ഫിക്സേഷൻ. ഇവിടെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് അവർ ഓവർലി പ്രൗഡ് ആയിരിക്കും, ആ ഒരു അറ്റൻഷനും അഡ്മിറേഷനും ഒക്കെ സീക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, കൂടുതൽ സെക്ഷൽ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുന്ന ആൾക്കാരായിരിക്കും. ഇതൊക്കെ തന്നെ ഫാലിക് ഫിക്സേഷനിൽ വരുന്നതാണ്. ഇവിടെയാണ് നമ്മളുടെ ഈഡിപ്പസ്, ഇലക്ട്ര കോംപ്ലക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇവര് കൂടുതൽ ഓവർലി പ്രൗഡ് ആയിരിക്കും, അറ്റൻഷനും അഡ്മിറേഷനും ഒക്കെ സീക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, എനിക്ക് സെക്ഷൽ കൺഫ്യൂഷൻസ് ഉള്ള ആൾക്കാരായിരിക്കും. ഇതൊക്കെ തന്നെ ഫാലിക് ഫിക്സേഷനിൽ വരുന്നതാണ്. പിന്നെ ലാറ്റൻസി ഫിക്സേഷൻ വരുന്നുണ്ട്. അത് കൂടുതൽ കോമൺ ആയിട്ടുള്ള അതല്ല. ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, കാം ആൻഡ് ലേണിംഗ് പീരീഡ് ഓഫ് കാം ആൻഡ് ലേണിംഗ് ആണ്. ഇവിടെ സ്റ്റക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അഡൽട്ട് ബിക്കം ഇമോഷണലി ഫ്ലാറ്റ് ഓർ
സോഷ്യലി ഡൽ. ഇവിടെ നമ്മൾ ഫിക്സേഷൻ സംഭവിക്കുമ്പോൾ ഈ അഡൾട്ട്സ് എന്താണ് ഇമോഷണലി ഫ്ലാറ്റ് അല്ലെങ്കിൽ സോഷ്യലി ഡള്ളായിട്ടൊക്കെ നിൽക്കുന്ന അഡൾട്ട്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇനി ജെനൈറ്റൽ ഫിക്സേഷൻസ് വരുന്നത് കൂടുതൽ ഒരു ഹെൽത്തി സ്റ്റേജ് ആണ്. ഒരു ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജസിൽ അധികം ഫോക്കസ് കൊടുക്കാത്ത ഒരു സ്റ്റേജ് ആണ് ജെനൈറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇഫ് യു ആർ വെൽ അഡ്ജസ്റ്റ് ലിബിഡോ എനർജി ഫ്ലോസ് ഹിയർ, നോർമൽ റിലേഷൻഷിപ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുപോകാൻ പറ്റും. ഇനി ഫിക്സേഷൻ ഇസ് എ ഡെവലപ്മെന്റൽ അറസ്റ്റ് അറ്റ് എ സൈക്കോസെക്ഷൽ സ്റ്റേജ് ലീഡിംഗ് ടു പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഇൻ അഡൾട്ട്ഹുഡ്. അപ്പോൾ ഒരു ഡെവലപ്മെന്റൽ അറസ്റ്റ് ആണ് നമ്മളുടെ സൈക്കോസെക്ഷൽ സ്റ്റേജസിൽ വരുന്ന ഡെവലപ്മെന്റൽ അറസ്റ്റ് ആണ് നമ്മൾ ഫിക്സേഷൻ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അഡൾട്ട്ഹുഡിലുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ്സ് കാരണമാകുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ ഡിഫൻസ് മെക്കാനിസം. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ഫിക്സേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എന്തല്ല, ഒരു ഡിഫൻസ് മെക്കാനിസം അല്ല. അപ്പൊ നമ്മളുടെ ഓപ്ഷൻസ് ഏതൊക്കെയായിരുന്നു, ഫിക്സേഷൻ വരുന്നുണ്ട്, അതെന്തല്ല, ഒരു ഡിഫൻസ് മെക്കാനിസം അല്ല. റിപ്രഷൻ നമ്മൾ ഡിഫൻസ് മെക്കാനിസം ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്, പുഷിങ് പെയിൻഫുൾ തോട്ട്സ് ഇൻ ടു അൺകോൺഷ്യസിലേക്ക് നമ്മൾ പെയിൻഫുൾ തോട്ട്സ് പുഷ് ചെയ്യുന്നതാണ് എന്ത്, റിപ്രഷൻ എന്ന് പറയുന്നത്. റാഷണലൈസേഷൻ എന്താണ്, ജസ്റ്റിഫൈങ് അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ വിത്ത് ലോജിക്കൽ റീസൺസ് യൂസ് ചെയ്തിട്ട് അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ ജസ്റ്റിഫൈ ചെയ്യുന്നതാണ് എന്ത്, റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് റീഡയറക്റ്റിംഗ് ഇമ്പൾസസ് ടു എ സേഫർ ടാർഗറ്റ്. നമ്മളുടെ ഒരു ഇമ്പൾസസിനെ ഒരു സേഫർ ടാർഗറ്റ്സിലേക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ടിങ് യുവർ ഓൺ ഫീലിങ്സ് ടു അതേഴ്സ്, അൺഅക്സെപ്റ്റബിൾ ഫീലിങ്സ് ടു അതേഴ്സ്. അപ്പം നിങ്ങളുടെ അൺഅക്സെപ്റ്റബിൾ ഫീലിങ്സ് ബാക്കിയുള്ളവരിൽ നിങ്ങൾ കാണിക്കുന്നതാണ് എന്ത്, പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മളുടെ ഓപ്ഷനായിട്ട് ഫിക്സേഷൻ വന്നിട്ടുണ്ട്, റിപ്രഷൻ, റാഷണലൈസേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, പ്രൊജക്ഷൻ. അപ്പൊ ഫിക്സേഷൻ ഒഴികെ ബാക്കി എല്ലാം എന്താണ്, നമുക്ക് ഡിഫൻസ് മെക്കാനിസം ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. അപ്പം എന്താണ് നമ്മളുടെ ആൻസർ എന്ന് വരുന്നത്, ഓപ്ഷൻ ബി സി ഡി ഇ ഓൺലി. അപ്പം ഓപ്ഷൻ 2 ആയിട്ടുള്ള BCDE ഓൺലി ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഇനി രണ്ടാമത്തെ PYQ, അറേഞ്ച് ദ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇൻ ദർ കറക്റ്റ് ഓർഡർ. ജനുവരി 2025 ചോദിച്ച ചോദ്യമാണ്. ഈ പറഞ്ഞ സൈക്കോസെക്ഷൽ സ്റ്റേജസിനെ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണോ സ്റ്റേജസ്, ലേറ്റൻസി സ്റ്റേജ്, ജെനൈറ്റൽ സ്റ്റേജ്, ഓറൽ, ഫാലിക്, ആനൽ. അപ്പം നമ്മളുടെ ഈ 5 സ്റ്റേജസിനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നേരത്തെ നമ്മൾ ഫിക്സേഷനെ പറ്റി പറഞ്ഞു അല്ലേ, ഈ ഓരോ സ്റ്റേജസിലും ഉണ്ടാകുന്ന ഫിക്സേഷൻസിനെ പറ്റി പറഞ്ഞു. ഇനി അത് നമുക്ക് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നത് നോക്കാം. Sigmund Freud proposed 5 psychosexual stages of personality development. അപ്പം 5 psychosexual stages ഫ്രോയിഡ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. They occur in a fixed sequence from birth to adulthood. ബർത്ത് മുതൽ അഡൾട്ട്ഹുഡ് വരെ അതൊരു സീക്വൻസ് ആയിട്ട് പോകുന്നതാണ്. ഏതാണ് നമ്മുടെ ഫസ്റ്റ്, ഓറൽ സ്റ്റേജ്, ഏജ് 0 to 1. അപ്പം 1 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ എന്ത് പറയുക, ഓറൽ സ്റ്റേജിലുള്ള ആൾക്കാരായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദ ബേബി ഗെറ്റ് സാറ്റിസ്ഫാക്ഷൻ മെയിൻലി ത്രൂ ദ മൗത്ത്. ഇവിടെ മൗത്ത് വഴിയാണ് കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു ബേബിക്ക് എന്ത് ചെയ്യുന്നത്, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അപ്പം മൗത്ത് എന്നുള്ളൊരു ഓർഗൻ വഴിയാണ് ആ കുട്ടിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അത് സക്കിങ്ങും ഫീഡിങ്ങോ എന്തുമായിക്കോട്ടെ, ആ ഒരു മൗത്ത് എന്നുള്ള ഒരു ഓർഗൻ വഴിയാണ് ആ കുട്ടിക്ക് എന്ത് ചെയ്യുന്നത്, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഇഫ് ദിസ് നീഡ് isn't met properly, certain patterns can show up later in life. അപ്പം ഈ ഒരു നീഡ് പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവിടെ ലേറ്റർ അവരുടെ അഡൽട്ട്ഹുഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ട് 2 ആക്ടിവിറ്റീസ് ആണ് ആ സമയത്ത് നടക്കുന്നത്, ഈ പീരീഡിൽ നടക്കുന്നത്. ഓറൽ ഇൻകോപ്പറേറ്റീവ് പറയുന്നുണ്ട്, അതായത് ഇഫ് ദ ബേബി ഡസൻറ്റ് ഗെറ്റ് ഇനഫ് കംഫർട്ട്, ആ ബേബിക്ക് ഇനഫായിട്ട് അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള കംഫർട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ മേ ഓവർ ഈറ്റ്, സ്മോക്ക്, ഡ്രിങ്ക്, ടോക്ക് ടു മച്ച്. അപ്പം ഈ ഒരു പീരീഡിൽ വേണ്ടത്ര ബേബിക്ക് കംഫർട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി പിന്നീട് എന്താവും, ഓവർ ഈറ്റ് ചെയ്യാൻ, സ്മോക്ക് ചെയ്യാൻ, ഡ്രിങ്ക് ചെയ്യാൻ, ടോക്ക് ടു മച്ച്, വളരെ അധികം സംസാരിക്കുന്നൊക്കെ രീതിയിലുള്ള ഫിക്സേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. അതാണ് ഓറൽ ഇൻകോപ്പറേറ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്, ഓറൽ അഗ്രസീവ്. When teeth appear, the baby enjoys biting. If unresolved, adult may become sarcastic, argumentative,
hostile and may struggle with trust and close relationships. അപ്പം ഓറൽ അഗ്രസീവ് എന്ന് പറയുന്നത് എന്താണ്? ഈ കുട്ടിക്ക് പല്ല് മുളയ്ക്കുന്ന സമയത്ത് ആ കുട്ടി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എന്താണ്? ബൈറ്റിംഗ് ആണ്. സോ ഈ ഒരു സ്റ്റേജിൽ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള നീഡ്സ് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടി കൂടുതലും എന്താവും? സർക്കാസ്റ്റിക് ആവും, അല്ലെങ്കിൽ ആർഗ്യുമെന്റേഷൻ ആയിട്ടുള്ള ആളായിരിക്കും, ഹോസ്റ്റൈൽ ആയിരിക്കും. കൂടാതെ ട്രസ്റ്റ് അല്ലെങ്കിൽ ക്ലോസ് റിലേഷൻഷിപ്സ് കൊണ്ടുവരാനായിട്ട് ആ കുട്ടിക്ക് എന്തായിരിക്കും? ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ നെക്സ്റ്റ് വണ്ണാണ് എന്ത്? നമ്മളുടെ ആനൽ സ്റ്റേജ്. ആനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഏജ് 1 to 3, 1 മുതൽ 3 വയസ്സ് വരെയുള്ള ആൾക്കാരല്ലേ, കുട്ടികളിലാണ് ഈ ഒരു ആനൽ സ്റ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. ദ ആനൽ സോൺ അസ്യൂംസ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി ഫോർമേഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ആനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇൻ ദിസ് സ്റ്റേജ് വൺ ലേൺസ് ഇൻഡിപെൻഡൻസ്, accepts personal power, knows to express negative feelings of rage or and aggression. Children learn first lessons of discipline when toilet training starts. അപ്പം ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് പഠിക്കുന്നത്, പേഴ്സണൽ പവർ എന്താണെന്ന് പഠിക്കുന്നത്, നെഗറ്റീവ് ഫീലിങ്സ്, റേജ് അല്ലെങ്കിൽ ദേഷ്യം പോലെയുള്ള നെഗറ്റീവ് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പഠിക്കുന്നത്. പിന്നെ കൂടാതെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ലെസൺ നമ്മൾ ഈ ഒരു ഏജിലാണ് പഠിക്കുന്നത്. ഇതാണ് നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് ആനൽ സ്റ്റേജ് ആണ്. സോ ഈ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ സമയത്ത് ദ ചൈൽഡ് ലേൺസ് കൺട്രോൾ, ഇൻഡിപെൻഡൻസ് ആൻഡ് ഹൗ ടു എക്സ്പ്രസ് ആങ്കർ. ഈ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ സമയത്താണ് ഒരു ബേബി അല്ലെങ്കിൽ ഒരു കുട്ടി കൺട്രോൾ എന്താണ്, ഇൻഡിപെൻഡൻസ് എന്താണ്, ആങ്കർ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും എന്നുള്ളതൊക്കെ പഠിക്കുന്നത്. സോ സ്ട്രിക്റ്റ് ഓർ ഹാഷ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാഷ് ടോയ്ലറ്റ് ട്രെയിനിങ് ആണെങ്കിൽ ആനൽ അഗ്രസീവ് പേഴ്സണാലിറ്റി ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ഓവർ എംഫസിസ് ഓൺ ക്ലീൻലിനെസ്, നമ്മൾ ഓവർ ക്ലീനിങ്ങിനുള്ള എംഫസൈസ് അല്ലെങ്കിൽ ഫോക്കസ് കൊടുക്കാന്നുണ്ടെങ്കിൽ ആനൽ റിട്ടൻറ്റീവ് പേഴ്സണാലിറ്റി ഉണ്ടാവുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ആനൽ സ്റ്റേജിൽ വരുന്ന ഫിക്സേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ എന്താണ്? ഫാലിക് സ്റ്റേജ്. ഇത് ഏജ് 3 to 6, അപ്പോൾ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഈ ഫാലിക് സ്റ്റേജ് കൺസിസ്റ്റ് ചെയ്യുന്നത്. സോ ദ ചൈൽഡ് എക്സ്പീരിയൻസസ് അൺകോൺഷ്യസ് ഡിസയർ ഫോർ ദ പാരന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സെക്സ്. അപ്പം ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഡിസയർ ഉണ്ടാകും ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള പാരന്റിനോട് എന്നാണ് ഫ്രോയിഡിനെ സംബന്ധിച്ചിടത്തോളം ഫാലിക് സ്റ്റേജിൽ നടക്കുന്നത് എന്ന് പറയുന്നത്. വിച്ച് ഇസ് റിപ്രസ്ഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ത്രെറ്റനിങ് നേച്ചർ. അതിന്റെ ത്രെറ്റനിങ് നേച്ചർ കൊണ്ട് തന്നെ അത് നമ്മളുടെ ഉള്ളിൽ റിപ്രസ് ആയിട്ട് കിടക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പം ഒരു ബോയ്ക്ക് അമ്മയോടും ഒരു ഗേളിന് അച്ഛനോടുമായിട്ട് ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഡിസയർ ഉണ്ടാകും എന്നാണ് പറയുന്നത്. സോ ബോയ്സിൽ കണ്ടുവരുന്നതാണ് എന്ത്? ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഡിസയർ ഫോർ മദർ ആൻഡ് റൈവൽറി വിത്ത് ഫാദർ. മദറിനോട് ഭയങ്കരമായിട്ടുള്ള അൺകോൺഷ്യസ് ഡിസയറും അച്ഛനോട് ചെറിയൊരു ദേഷ്യവും തോന്നുന്ന സമയമാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. മേ ലീഡ് ടു കാസ്ട്രേഷൻ ആങ്സൈറ്റി. കാസ്ട്രേഷൻ ആങ്സൈറ്റിക്ക് ലീഡ് ആവുന്ന ഒരു ടൈമാണ് എന്ത്? ഈ ഒരു ഫാലിക് സ്റ്റേജിൽ പറയുന്നത്. ഇനി ഗേൾസിന് ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് പറയുന്നുണ്ട്. ഫാദറിനോട് ഒരു ഡിസയർ ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ പെനിസ് എൻവി എന്ന് പറയുന്നതും പറയുന്നുണ്ട്. നമുക്ക് പെനിസിനോട് എൻവി തോന്നുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ പറയുന്നത്. അപ്പം കാസ്ട്രേഷൻ ആങ്സൈറ്റി, പെനിസ് എൻവി, ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്രോ കോംപ്ലക്സ് ഇതെല്ലാം തന്നെ ഫാലിക് സ്റ്റേജിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി how parents respond to these early sexual feelings shapes the child's future sexual attitudes. If parents react with shame, threats or punishment, it can create sexual problems and anxiety in adulthood. അപ്പൊ ഈ ഒരു പീരീഡിൽ എങ്ങനെ പാരന്റ്സ് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് ബേസ് ചെയ്തിട്ടായിരിക്കും ആ ചൈൽഡിന്റെ ഫ്യൂച്ചർ ആയിട്ടുള്ള സെക്ഷൽ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ വരുന്നത്. ഇപ്പം പാരന്റ്സ് ഭയങ്കര ഷെയിമായിട്ട് അല്ലെങ്കിൽ ത്രെറ്റ്സും പണിഷ്മെന്റ്സും ഒക്കെ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ അഡൽട്ട്ഹുഡിലെ സെക്ഷൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ ആങ്സൈറ്റിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണമാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി വരുന്നതാണ് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റേജ്, അതായത് ലാറ്റൻസി സ്റ്റേജ്. ഏജ് 6 to 12 ഇയേഴ്സിൽ വരുന്നതാണ് ലാറ്റൻസി സ്റ്റേജ്. This period is a sleeping period in which the child socializes and turns its attention outwards and forms relationship with others. അപ്പം ഈ ചൈൽഡ് കുറച്ചും കൂടി സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങുകയും അവരുടെ അറ്റൻഷൻ കൂടുതലും പുറത്തുള്ള ആൾക്കാരിലേക്കും പുറത്തുള്ള സാധനങ്ങളിലേക്കും എത്തുന്നതാണ് എന്ത്?
ലാറ്റൻസി സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ബാക്കിയുള്ളവരുമായിട്ട് റിലേഷൻഷിപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈം ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് ആണ് എന്ത് ലാറ്റൻസി സ്റ്റേജ് എന്ന് പറയുന്നത്. The formal sexual interests are replaced by interest in his playmates in a wide variety of activities in school like games and sports. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുവന്നിരിക്കുന്ന ആ ഒരു സെക്ഷൽ ഇൻട്രസ്റ്റ് ഒക്കെ പ്ലേമേറ്റ്സിലേക്ക് റീപ്ലേസ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. അത് മേ ബി വേരിയസ് സ്കൂൾ ഗോയിങ് ടൈം പീരീഡ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ വേരിയസ് ആക്ടിവിറ്റീസ് ഗെയിംസിലേക്ക് സ്പോർട്സിലേക്കും കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇൻട്രസ്റ്റുകളൊക്കെ മാറി കാണുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ആണ് എന്ത് ജെനൈറ്റൽ സ്റ്റേജ് എന്ന്. ഇത് നമ്മളുടെ ഏജ് 12+ ഇയേഴ്സ് വരുന്നതൊക്കെ എന്താണ് ജെനൈറ്റൽ സ്റ്റേജിലാണ്. ദിസ് സ്റ്റേജ് സ്റ്റാർട്ട്സ് വിത്ത് പ്യൂബർട്ടി ആൻഡ് ലാസ്റ്റ് അൺടിൽ ഓൾഡ് ഏജ്. ഈ ഒരു പ്യൂബർട്ടി ടൈമിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഓൾഡ് ഏജ് വരെയാണ് ഈ ഒരു സ്റ്റേജ് നമ്മൾ പറയുന്നത്. The adolescent develops interest in the opposite sex, does sexual experimentation and assumes adult responsibilities. അപ്പം നേരെ ഓപ്പോസിറ്റ് സെക്സിലേക്ക് ഈ ഒരു അഡോളസെന്റിന് ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുകയും കൂടാതെ സെക്ഷൽ എക്സ്പെരിമെന്റേഷൻസും അഡൽട്ട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വരുന്ന ഒരു ടൈം പീരീഡ് ആണ് നമ്മളുടെ ജെനൈറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ടു ലവ് ആൻഡ് ടു വർക്ക് ഹാസ് ബിക്കം എസ് മോട്ടോ. ടു ലവും ടു വർക്കും ആണ് അവരുടെ ബേസിക് മോട്ടോ ആയിട്ട് അവർ പിന്നെ കാണുന്നത്. സിൻസ് ഫ്രോയിഡ് wanted to resolve sexual issues during the first 6 years of life, he did not go into great detail in discussing the crisis associated with adolescence or adulthood or old age. അപ്പം കൂടുതലും ഫ്രോയിഡ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫസ്റ്റ് 6 years ഓഫ് ലൈഫിലുള്ള ഒരു സെക്ഷൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനായതുകൊണ്ട് തന്നെ അഡോളസെൻസിലോ അഡൽട്ട്ഹുഡിലോ അല്ലെങ്കിൽ ഓൾഡ് ഏജിലോ വരുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കൂടുതൽ അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നില്ല. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആൻസർ എന്താ വരുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? ഓറൽ സ്റ്റേജ്. അത് 0 to 1 years വരുന്നുണ്ട്. പിന്നെ ആനൽ സ്റ്റേജ് 1 to 3 years, ഫാലിക് സ്റ്റേജ് 3 to 6 years, ലാറ്റൻസി സ്റ്റേജ് 6 to 12 years, ജെനൈറ്റൽ സ്റ്റേജ് 12+ years. ഇതാണ് നമ്മളുടെ ആ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു ഓർഡറിൽ നമ്മളുടെ 5 സൈക്കോസെക്ഷൽ സ്റ്റേജസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമ്മളുടെ ആൻസർ എന്താണ് വരിക? CEDAB. ഓപ്ഷൻ 3 CEDAB. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്? പേഴ്സണാലിറ്റി എന്ന് പറയുന്ന മൊഡ്യൂളിൽ വരുന്ന നമ്മളുടെ ഡിഫൻസ് മെക്കാനിസവും സൈക്കോസെക്ഷൽ സ്റ്റേജസും, ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജസിനെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫിക്സേഷൻ വരുന്നുണ്ട്. ഡിഫൻസ് മെക്കാനിസത്തിന്റെ വേരിയസ് ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സൈക്കോസെക്ഷൽ സ്റ്റേജസിൽ വരുന്ന മെയിൻ ഇവന്റ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എൻലൈറ്റ് എന്ന് പറയുന്നത് EDFIL ഒരുക്കുന്ന ഒരു ഫ്രീ കോഴ്സാണ്. നിങ്ങൾ വീഡിയോസ് കാണാൻ നമ്മളുടെ PYQ അനാലിസിസിലാണ് ഓരോ വീഡിയോസും നടത്തുന്നത്. സോ അതിൻ്റെ ബേസിസിൽ നിങ്ങളുടെ നെറ്റിനായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഞങ്ങളുടെ ഫ്രീ കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം. സോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡെയിലി ബേസിസിൽ ക്വസ്റ്റ്യൻസും നോട്ട്സും കാര്യങ്ങളും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും എല്ലാം ശ്രദ്ധിച്ച് നിങ്ങളുടെ നെറ്റിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. താങ്ക് യു.